വകുല്ലുൻ അതൗഹു ദാഖിരീൻ, എല്ലാവരും തന്നെ അവൻ്റെ കോടതിയിൽ പോയി നിൽക്കും. അതൗഹു, അവൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കും. ദാഖിരീന, വളരെ നിന്ദ്യരും നിസ്സാരരുമായ നിലയിൽ. അതാണ് അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത്. തീർന്നില്ല. വതറൽ ജിബാല, പർവ്വതങ്ങളെ നിനക്ക് കാണാം. വതറ, നിനക്ക് കാണുകയും ചെയ്യാം. അൽ ജിബാല, പർവ്വതങ്ങളെ. ജബലിന്റെ ബഹുവചനാണ് ജിബാൽ. പർവ്വതങ്ങളെ നിനക്ക് കാണാം. തഹ്സബുഹ, നീ അവയെ വിചാരിക്കുന്നു. തഹ്സബുഹ, നീ അവയെ വിചാരിക്കുന്നു. ജാമിദതൻ, നിശ്ചലമാണെന്ന്. നിശ്ചലമാണ്, ചലനമില്ല, ഉറച്ചൊരിടത്ത് നിൽക്കുകയാണ് എന്ന് നീ വിചാരിക്കുന്ന പർവ്വതങ്ങളുണ്ടല്ലോ, ആ പർവ്വതങ്ങളെയൊക്കെ അന്ന് നിനക്ക് കാണാം. വഹിയ, അത് തമുറു, അത് ഓടുകയാണ്, സഞ്ചരിക്കുകയാണ്. മറ യമുറു, തമുറു, അത് സഞ്ചരിക്കുന്നു. മറ സഹാബ്, മേഘങ്ങളുടെ സഞ്ചാരം. മേഘങ്ങൾ കുതിച്ചു പായും പോലെ വലിയ വലിയ പർവ്വതങ്ങളൊക്കെ അന്നത്തെ ദിവസം കുതിച്ചോടുകയാണ്. പർവ്വതങ്ങളൊക്കെ കൂട്ടിയിടിക്കുകയാണ്. പർവ്വതങ്ങൾക്ക് അന്ത്യനാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അവയൊക്കെ പൊടിക്കപ്പെടും. പർവ്വതങ്ങളൊക്കെ കിടുകിടാ വിറപ്പിക്കപ്പെടും, പൊടിക്കപ്പെടും, കൂട്ടിയിടിക്കപ്പെടും എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അത് കടഞ്ഞ് വെക്കപ്പെട്ട ആട്ടിൻ രോമങ്ങൾ കണക്കെ പാറി ധൂളികളായി പറക്കപ്പെടും. മണൽക്കൂനകൾ ഉതിർന്നു വീഴും പോലെ പർവ്വതങ്ങളൊക്കെ ഉതിർന്നു വീഴും. തസീറുൽ ജിബാലു സൈറ, പർവ്വതങ്ങളൊക്കെ ഒരു പ്രത്യേകമായ സഞ്ചാരം സഞ്ചരിക്കും. നമ്മൾ തന്നെ അത് ചെയ്യുന്നത് അല്ല, നമ്മളെ കണക്കൂട്ടൽ തെറ്റിയിട്ട് സംഭവിച്ചോന്നല്ല. വയൗമൻ നുസയ്യിറുൽ ജിബാല, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുന്ന ദിവസം അള്ളാഹ്നൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അള്ളാഹിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയിട്ട് പർവ്വതങ്ങളാകെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നല്ല. ഇതൊക്കെ അള്ളാഹു സ്വദേശപ്രകാരം ചെയ്യാണ്. അതൊക്കെ അതാ തുടർന്ന് അള്ളാഹ് പറയുന്നത്. സുൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവർത്തനാണ് ഇതൊക്കെ. സുൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവർത്തനം. സുൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, ഉണ്ടാക്കൽ. സ്വനഅ യസ്നഉ, നിർമ്മിക്കുന്ന സ്ഥലത്തിന്, ഫാക്ടറികൾക്ക് എന്ത് പറയും? മസ്നഅ. സുൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ നിർമ്മാണം, അള്ളാഹിൻ്റെ പ്രവർത്തനാണ്. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്. അത്ഖന, അവൻ ഏറ്റവും ദൃഢമായ നിലക്കാണ് കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിട്ടുള്ളത്. സകല വസ്തുക്കളെയും വളരെ കൃത്യവും വ്യക്തവും ദൃഢവുമായ നിലക്ക് നിർമ്മിച്ചവനായ അള്ളാഹുവിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഇതിലൂടെയും സംഭവിക്കുന്നത്. അങ്ങനെ ലോകം അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ, തീർച്ചയായും അവനെല്ലാം അറിയുന്നവനാണ്. ബിമാ തഫ്അലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആർക്ക് നന്നായിട്ടറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ട് നിങ്ങൾ അമലുകൾ ചെയ്യുമ്പോൾ, പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നന്നായി ചിന്തിച്ചോളൂ. പരലോക കോടതിയിൽ അവയുടെയൊക്കെ വിചാരണയ്ക്ക് വേണ്ടിയാണ് ചെന്ന് നിൽക്കുന്നത്. ആ വിചാരണയ്ക്ക് വേണ്ടി ചെന്ന് നിൽക്കുന്നതിൻ്റെ മുന്നോടിയായി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന, പ്രപഞ്ചത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ എടുത്തു പറഞ്ഞിരിക്കുന്നത്.